മറ്റൊരു വാർത്തയിലേക്കാണ്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് ഉത്തരവ് പിൻവലിച്ചത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഉത്തരവിറക്കിയിരുന്നത്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, സർക്കാരിന്റെ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യം, അതായത് വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണോ സർക്കാർ നടപടി? ഷിജോയിലേക്ക് വരാം. എന്തായാലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത് വിലക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിരുന്നു. ആ ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ പിൻവലിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിനെതിരെ വലിയ പ്രതിഷേധം ആരോഗ്യ മേഖലയിൽ നിന്നും ഉയർന്ന സാഹചര്യത്തിലാണ് ഈ ഉത്തരവ് പിൻവലിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഉത്തരവ് ഇറക്കിയിരുന്നത്. യൂട്യൂബ് ചാനലടക്കം പോസ്റ്റ് ഇടുന്നതടക്കം വിലക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു നേരത്തെ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, വലിയ പ്രതിഷേധത്തെ തുടർന്ന് തന്നെയാണോ ഇപ്പോൾ ഈ പിന്മാറ്റം? വലിയ വിവാദമായ ഒരു ഉത്തരവ് തന്നെയാണ്. വിചിത്രമായ ഉത്തരവിനെതിരെ ഡോക്ടർമാരുടെ സംഘടനയടക്കം രംഗത്ത് വന്നിരുന്നു. ഡോക്ടർമാർ ആരും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയോ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചാനലുകൾ തുടങ്ങുകയോ ചെയ്യരുത്, ഇത് ചട്ടവിരുദ്ധമാണ്, സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കാട്ടിയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇക്കഴിഞ്ഞ 13-ാം തീയതി ഒരു ഉത്തരവ് ഇറക്കിയത്. ഈ ഉത്തരവ് വിവാദമായതോട് മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതോടുകൂടിയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇത് പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡോക്ടർമാർ സംഘടനയടക്കം ഈ ഉത്തരവിനെതിരെ രംഗത്ത് വന്നിരുന്നു. ചില ഡോക്ടർമാർ പരസ്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇത് അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള പ്രതികരണങ്ങളടക്കം ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിവാദമായ ഉത്തരവ് പിൻവലിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തത്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.